Hi friends, welcome to Nisha's Home Cooking. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ട് യമ്മി ആയിട്ടുള്ള ഒരു അപ്പവും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളൊരു മുട്ടക്കറിയുമാണ്. ഈ അപ്പം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന അപ്പമാണ്. അരച്ച് വെച്ചിട്ട് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത്ര പെട്ടെന്ന് ഇതുപോലെ നല്ല അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പം നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന കോക്കനട്ടിൻ്റെയും ഒക്കെ കൂടി ടേസ്റ്റൊക്കെ ആയിട്ട് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്നത് 1 കപ്പ് റൈസ്. ഞാനിപ്പോൾ കോളം റൈസാണ് എടുത്തേക്കുന്നത്. 1/4 കപ്പ് ചൗരി, അതുപോലെ 1/4 കപ്പ് വൈറ്റ് അവൽ. ഇത് നമുക്ക് 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കാം. നല്ലപോലെ വെള്ളം തെളിയുന്ന വരെ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത അരിയിലോട്ട് നമുക്ക് 1 ഫുൾ ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. ഇനിയിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഇടുന്നില്ല, ഒരു 1/4 ടീസ്പൂൺ കുറച്ചും കൂടി ഇടുകയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് കുതിർത്താൻ വെക്കാം. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട്. ഇപ്പം ഞാനിപ്പോൾ ഇത് രാത്രിയിലാണ് കുതിർത്ത് വെക്കുന്നത്. രാവിലെ എണീറ്റ് അരച്ചിട്ട് അപ്പം ഉണ്ടാക്കാനുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വെള്ളം പൊക്കത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും ഇത്രയും പൊക്കത്തിലുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു ശകലം കൂടി ഒഴിച്ച് വെക്കാം, കാരണം ഈ ചൗരിയൊക്കെ കുതിരാനായിട്ട് കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും. അപ്പോൾ ഒരു 1/4 കപ്പും കൂടി നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാം. ഇപ്പോൾ ഒരു 1/4 കപ്പ് 1/4 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിത് അടച്ച് ഇനി രാവിലെ അരയ്ക്കാനായിട്ട് റെഡിയാക്കി വെക്കാം. നമുക്ക് അടച്ചു വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇതുകൊണ്ട് 8 മണിക്കൂറായി കേട്ടോ. ഞാനിത് കുതിർത്താൻ വെച്ച് ഇതിൻ്റെ കൂടെ എല്ലാം കൂടി ഇട്ട് ഈ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ 8 hours കണ്ടോ. ഇത് നല്ല പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് അവല് മുൻ്റെ കൂടെ മറ്റേ എന്താ പറയുക ചൗരി ഇടാനില്ലെങ്കിൽ 1/4 കപ്പ് അവലിന് പകരം 1/2 കപ്പ് അവലിടുക. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ ചോറിടുക. പക്ഷേ 1/2 കപ്പ് ചോറിടുന്നത് കുറച്ച് ചോറിടും. പക്ഷേ ചോറിടുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് ഒരു ഫ്രഷ്നെസ് കുറഞ്ഞ പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ അവലും ചൗരിയൊക്കെ ഇട്ടത്. അപ്പം നമുക്കിതൊന്ന് മിക്സിയിലോട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരയ്ക്കാം. എന്നാലും നമ്മൾ 1/4 ഗ്ലാസ് വെള്ളമാണല്ലോ ഒഴിച്ചത്. നമുക്ക് നോക്കാം എന്തോരം വെള്ളവും കൂടി വേണമെന്ന്. പിന്നെ പകുതി എടുത്തു. ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു 3/4 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തേക്കണത്. അപ്പം അതിൻ്റെയും പകുതി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഈ തവിക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടിച്ചിട്ട് വരാം. വേണ്ട ഇതുപോലെ നല്ല പതഞ്ഞ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഹാഫാണത്. ഇത് നീട്ടവും ഇതുപോലെ ആയിരിക്കണം. നമുക്ക് ഒത്തിരി നീണ്ടു പോകണ്ട. ലാസ്റ്റ് മൊത്തം അടിച്ചിട്ട് കാണിക്കാതെ സെക്കൻഡ് ഹാഫും കൂടി അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ മൊത്തം അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം അപ്പം നമ്മുടെ കറക്റ്റ് നീട്ടത്തിൽ ഇതുപോലെ ഈ ഒരു കറക്റ്റ് അളവ് തന്നെയാണ് നീട്ടം വേണ്ടത്. അപ്പം നമ്മൾ ഇന്നലെ 1/4 ഗ്ലാസിൻ്റെ കൂടെ നിന്ന് ഒരു 1/4 കപ്പും കൂടി 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അരച്ചപ്പോൾ കേട്ടോ. അപ്പം മൊത്തത്തിൽ 1.5 കപ്പ് വെള്ളം നമുക്ക് വേണ്ടി വന്നത് ഇങ്ങനെ ഒരു രീതിയിൽ അരച്ചെടുക്കാൻ. നമുക്ക് കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഉപ്പിനനുസരിച്ച് കേട്ടോ കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു ഇതിൻ്റെ പാകം കണ്ട് തവിയിൽ ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ട്. അതാണ് കറക്റ്റ് നീട്ടമാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിനിയൊരു 1/2 മണിക്കൂർ to 1 മണിക്കൂർ നമുക്ക് വെക്കാം. കാരണം ഇപ്പോൾ ഒന്ന് അറ്റ്മോസ്ഫിയർ നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 മണിക്കൂർ വേണ്ടി വരുമായിരിക്കും. അടച്ചു വെക്കാം. ഇത് നമുക്കിനി ഇതിനുള്ള കറിക്ക് വേണ്ട ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു മുട്ടക്കറിയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ആദ്യം ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂണുള്ള തൊട്ട് ഇച്ചിരി മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ മുട്ട ഇതിനെക്കൂടി ഒരു ചെറിയ വരച്ചിലിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മസാലയിൽ ഇടുന്നത് ഇളക്കി എടുക്കാം. ഒരു ലേശം ഉപ്പ്. ഇതിനൊന്ന് ഈ മസാലയുടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഒരു 1/2 കപ്പ് നല്ലപോലെ നൈസായിട്ട് അരിഞ്ഞ സവോളയാണ് ഇടുന്നത്. 1 ടീസ്പൂൺ അരിഞ്ഞ വെളുത്തുള്ളി,
1/2 ടീസ്പൂൺ അരിഞ്ഞ ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം. ഇപ്പം നമ്മുടെ സവോള നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനകത്ത് മസാല ചേർക്കാം. അതിനകത്തൊരു 3 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി. കാരണം നമ്മൾ ഓൾറെഡി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടതായിരുന്നല്ലോ, അതുകൊണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി. തൊട്ട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കാം. ഈ സമയത്ത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇച്ചിരി തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി തൈര് ഒഴിക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ തൈര്. ചൂടോടുകൂടി ഒഴിച്ചാൽ അത് പിരിയാൻ സാധ്യതയുണ്ട്. അതാണ് ഞാനൊന്ന് ഓഫ് ചെയ്തിട്ടിട്ട് ഒഴിച്ചത്. നമ്മൾ തീ സ്റ്റാർട്ട് ചെയ്തിട്ട് നേരത്തെ മസാല തേച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടി സമയത്ത് നമ്മൾ തൈര് ഇട്ടപ്പോഴത്തേക്കും അതിൻ്റെ പുളി ഉള്ളതുകൊണ്ട് ഇച്ചിരി ഉപ്പ് കുറവാണ്. അപ്പം നമുക്ക് ഇച്ചിരിയും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ചപ്പാത്തിക്കൊക്കെയാണ് ഈ കറി ഉണ്ടാക്കണമെങ്കിലുണ്ടല്ലോ, നമുക്ക് ഈ ഒരു ഗ്രേവിയുടെ ഇത് മതിയാവും. കാരണം നമുക്ക് ഈ തിക്ക് ഗ്രേവിയോടുകൂടി നമുക്ക് ചപ്പാത്തി കഴിക്കാനായിട്ട് നല്ലത്. പക്ഷെ അപ്പത്തിനാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു ഗ്രേവി ഉള്ളതാണ് നല്ലത്. അപ്പം ഞാൻ ഇച്ചിരി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. അത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിന് തലപ്പാൽ 2ാം പാലൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് പാലൊന്നും എടുക്കുമായിരുന്നു. നമ്മൾ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇടാം. ഒരു ലേശം ഗരം മസാലയും കൂടി ഇതിൻ്റെ പുറത്തോട്ട് ഒന്ന് തൂക്കി കൊടുക്കാം. നമുക്ക് ഓഫ് ചെയ്യാം. ഇതിൻ്റെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളൊരു എഗ് കറിയാണ്. അപ്പോൾ നമുക്ക് ഇത് എന്താ പറയുക, നല്ല ഒരുമാതിരി തിക്ക് ഗ്രേവിയാണ്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. മാവിപ്പം പുളിപ്പിക്കാൻ വെച്ചിട്ട് ഇച്ചിരി നേരമായല്ലോ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് എണ്ണയൊന്നും തേക്കേണ്ട ആവശ്യമില്ല. ഇറക്കി മാവ് കോരി ഒഴിക്കാം. അപ്പത്തിൻ്റെ സൈഡൊക്കെ കണ്ടോ, നല്ല ഭംഗിയായിട്ട് നല്ല ലേസ് പോലെ വന്നിട്ടുണ്ട്. മുളകളൊക്കെ വന്ന് പൊട്ടി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ലപോലെ അപ്പം നല്ല രസമായിട്ട് പൊളിച്ചിട്ടൊക്കെ അടച്ചു വെക്കാം. അപ്പോൾ അപ്പം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്റർ കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത്ര ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഉണ്ടാക്കിയൊരു അപ്പമെന്ന് അറിയത്തില്ല. അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അപ്പം വന്നിരിക്കുന്നത്. നമുക്കിതൊന്ന് കണ്ടോ, സോഫ്റ്റ് ആയിട്ടുള്ള, എത്ര സോഫ്റ്റാണ് അപ്പം എന്ന് പറയാൻ വയ്യ. അത്ര എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട്. കാരണം അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് വന്നേക്കണത്. കണ്ടോ, ഒരു കറിയും നല്ല ടേസ്റ്റിയുള്ള കറിയുമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.